ഇന്ന് അരിപ്പൊടി വെച്ച് വെറും 2 മിനിറ്റിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഇത് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ മലബാർ സൈഡിൽ സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇടിയപ്പ പൊടിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യണം. അതിന് ശേഷം കുറേശ്ശെയായി നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2ാമത്തെ കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ മലബാർ സൈഡിലൊക്കെ ഇതിന് ഉരുളിയപ്പം എന്ന് പറയും. വളരെ ടേസ്റ്റിയാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഇത് മാത്രം മതി കേട്ടോ. നമ്മളൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ഇപ്പോൾ ഇതാ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഞാൻ മുഴുവനായും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പച്ചയ്ക്ക് അരച്ചും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ പലഹാരം പണ്ടൊക്കെ ഉരുളിയിലായിരുന്നു കേട്ടോ ഉണ്ടാക്കാറ്. അതുകൊണ്ടാണ് ഇതിന് ഉരുളിയപ്പം എന്നുള്ള പേര് വന്നത് തന്നെ. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 സവാള ചെറുതായി നുറുക്കിയത്, കറിവേപ്പില, പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് രാവിലെ അരിയൊക്കെ കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും അരി അരച്ച് വെക്കാനും ഒക്കെ മറന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഇത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ അരിപ്പൊടി മിക്സ് ചെയ്ത് ഒട്ടും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉടനെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയായി തോന്നുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് അധികം കട്ടിയാവരുത് കേട്ടോ. കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി. എന്നാലാണ് ഈ പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ കുറച്ച് ഹാർഡായി തോന്നും. ഇപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചുടാനായി ഞാൻ അപ്പച്ചട്ടിയാണ് ഉപയോഗിക്കുന്നുള്ളത്. കുറച്ച് കുഴിയിൽ ഏത് പാത്രം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്താലും നല്ല ടേസ്റ്റായിരിക്കും ഈ പലഹാരം. ഇനി ഇതൊഴിച്ച് അധികം പരത്തേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ നടുഭാഗം മാത്രം കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. ഇനി ഇത് തുറന്ന് ഒന്ന് മറിച്ചിടാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വേവിക്കാൻ വെച്ചത്. അതുകൊണ്ട് ശരിക്കും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പക്ഷേ അടിവശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് വേവിക്കാം. ഇത് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാം. ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ഉരുളിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. വളരെ സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ അപ്പം തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.